Now we go to the next section, which is the section called linear data structure. In that, we are going to study about arrays. Arrays. Now, we can say that a linear array, is a list of a finite number n of homogeneous data elements such that this is the definition, such that the elements of the array are referenced by an index set containing consecutive numbers. B, the elements of the array are stored in successive positions, successive memory locations. Okay. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ലീനിയർ അറേ എന്ന് പറഞ്ഞാൽ തന്നെ ലീനിയർ ആണ്. ഇറ്റ് ഈസ് എ സെറ്റ് ലിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ n. ഒരു നമ്പർ n, ഫൈനൈറ്റ് നമ്പർ, ഫിക്സ്ഡ് നമ്പർ ആണ്. ഫിക്സ്ഡ് നമ്പർ ഇങ്ങനെ എവർ ഗ്രോയിങ് ആയിട്ട് പറ്റില്ല, സ്റ്റാറ്റിക് ആണത്. വിച്ച് ഹാസ് ഗോട്ട് എ നമ്പർ n ഓഫ് ഹോമോജീനിയസ് ഡേറ്റ എലിമെൻറ്റ്സ്. പിന്നെ നോക്കേണ്ടത് ഹോമോജീനിയസ്. അതാ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ തരം. അപ്പോൾ ഒരു അറേയിൽ മാർക്ക് മാത്രമേ പറ്റുള്ളൂ, നെക്സ്റ്റ് അറേയിൽ നെയിം മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു അറേയിൽ നെയിം, അതിനുശേഷം മാർക്ക്, പിന്നെ ഏജ്, അങ്ങനെ പറ്റില്ല. പല ഡേറ്റ ടൈപ്പും ഒരെണ്ണത്തിനകത്ത് പറ്റില്ല. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഓൺലി ഹോമോജീനിയസ് ഡേറ്റ എലിമെൻറ്റ്സ് സച്ച് ദാറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ അറേനെ റെഫർ ചെയ്യുന്നത് ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇൻഡെക്സ് എങ്ങനെയായിരിക്കും, കോൺസിക്യൂട്ടീവ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് ചില അൽഗോരിതം എഴുതുമ്പോൾ നമ്മൾ ഇൻഡെക്സ് 1 എന്നൊക്കെ പറയും. സിയിൽ അറേയുടെ ഇൻഡെക്സ് 0 തുടങ്ങുക. 0, 1, 2 ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പം 5 എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് നമ്പർ എവിടെ നിന്നാണ് വരിക, സിയിലാണെങ്കിൽ 0, 1, 2. 5 എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും, 0, 1, 2, 3 and 4. എന്നാൽ വേറെ ലാംഗ്വേജിൽ 5 എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് വിൽ ബി 1, 2, 3, 4 and 5 ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് യു ആർ യൂസിങ്. അതിൻ്റെ ഇൻഡെക്സ് സെറ്റ് എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് സിയിൽ നമുക്ക് വരുന്നത് എവിടെയായിരിക്കും, 0th പൊസിഷനിലാണ് സിയിൽ. എന്നാൽ വേറെ ലാംഗ്വേജിൽ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു -1 വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക ഒറിജിനൽ. 5th എന്ന് പറയുമ്പോൾ അത് 4th പൊസിഷനിലാണ്, -1. ഇനി എന്താ ചെയ്യുക, എലമെൻറ്റ്സ് ഓഫ് ദി അറേ ആർ സ്റ്റോർഡ് ഇൻ സക്സസീവ് മെമ്മറി ലൊക്കേഷൻ. അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ അറേനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കില്ല കിടക്കുന്നത് മെമ്മറിയിൽ, ബട്ട് വി റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. സോ സി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ ഇങ്ങനെ എടുക്കുക. ഈ അറേക്ക് ഒരു പേരുണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൈറ്റ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് 5 എലമെൻറ്റേ പറ്റുള്ളൂ. ഇനി 10 എലമെൻറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് 10ാമത്തെ എലമെൻറ്റ് നോക്കുമ്പോൾ, അല്ല 6ാമത്തെ എലമെൻറ്റ് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നോ സ്പേസ് എന്ന് വരും. സോ യു ക്യാൻ ഓൺലി, അപ്പം ഫിക്സ്ഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ദ സൈസ് ഓഫ് ദി അറേ ഷുഡ് ബി ബിഫോർ ഹാൻഡ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ 31 പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് 31 സൈസുള്ള അറേ വേണം.
നിങ്ങളുടെ പേര് ഓരോന്ന് സ്റ്റോർ ചെയ്യാൻ. ഇനി മാർക്ക് സ്റ്റോർ ചെയ്യാൻ അതുപോലെ 31 ഉള്ള ഒരു അറേ വേണം. അത് ഒരു സബ്ജക്റ്റിന് മാർക്ക്, രണ്ടാമത്തെ സബ്ജക്റ്റിന് വീണ്ടും സ്റ്റോർ ചെയ്യണമെങ്കിൽ വി നീഡ് സെക്കൻഡ് അറേ വിത്ത് സൈസ് 31. ഇനി ചിലപ്പം യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ പിള്ളേരെ കൂട്ടുകയെന്ന് വിചാരിക്കുക, കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മൾ ആ അരയ്ക്ക് ഒരു മാക്സിമം ലിമിറ്റ് കൊടുക്കുക, ഒരു 50 വരെയൊക്കെ പോവും. അപ്പോൾ നമ്മൾ സൈസ് 50 കൊടുക്കുക. അല്ലാതെ നമുക്ക് അതിന് 31 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കുട്ടിയുടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുൻകൂട്ടി കാണണം എത്ര ചാൻസ് വരും, അതിനനുസരിച്ച് വേണം നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ. ഇനി ഈ പറഞ്ഞ ഇതാണ് 5 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4, ഞാനിവിടെ 5 എന്ന് പറയാം. ചിലതിൽ ഇങ്ങനെയാണ് വരിക, ചിലതിലുള്ള എലമെൻറ്റിൻ്റെ തുടങ്ങുന്നത് 1 2 3 4 5 ആകാം. ഓക്കെ, ഈ n എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഈ n-നെ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഇസ് കോൾഡ് ദി ലെങ്ത് ഓഫ് ദി അറേ. n is called the length of the array. Length of the array. n is called the length of the array or the size of the array. So length of the array or the size of the array എന്തായിരിക്കും? It is the number of elements in the array. Length of the array or size of the array is the number n of elements in the array. Of elements in the array. അതാണ് ലെങ്ത് ഓഫ് ദി അറേ ഓർ സൈസ് ഓഫ് ദി അറേ. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഉണ്ട്. ലെങ്ത് കണ്ടുപിടിക്കാൻ യു ക്യാൻ യൂസ് ലെങ്ത് ഇസ് ഈക്വൽ ടു ഓഫ് ദി അറേ ഈക്വൽ ടു അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് പ്ലസ് 1. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ബൗണ്ട് ഇസ് മാക്സിമം സൈസ്, അതാണ് 5. ഇൻഡെക്സിൻ്റെ മാക്സിമം നമ്പർ 5. ലോവർ ബൗണ്ട് എന്താ? 1. ഓക്കെ, സോ യു ക്യാൻ സേ 5 മൈനസ് 1 പ്ലസ് 1, ദാറ്റ് ഇസ് 4 പ്ലസ് 1, ദാറ്റ് ഇസ് 5. ഇതിൻ്റെ ലെങ്ത് 5 തന്നെയാണ്. ഇതേ ഫോം എടുക്കുകയാണെങ്കിലോ, അപ്പർ ബൗണ്ട് ഇസ് ഈക്വൽ ടു 4, ലോവർ ബൗണ്ട് ഇസ് ഈക്വൽ ടു 0. Lower bound is equal to 0 plus 1, which is equal to 4 plus 1 is equal to 5. 5 ആണ് ലെങ്ത്, അങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാം. സോ ആസ് എ ഫോർമുല ഓൾസോ യു ക്യാൻ യൂസ് ദിസ് അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് പ്ലസ് 1. സോ നോർമലി ലോവർ ബൗണ്ട് ഇങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോവർ ബൗണ്ട് വിൽ ബി 1, അപ്പർ ബൗണ്ട് വിൽ ബി ഈക്വൽ ടു n. ലോവർ ബൗണ്ട് ഇസ് ഈക്വൽ ടു 1, അത് ഈ കേസിൽ. അപ്പർ ബൗണ്ട് വിൽ ബി ഈക്വൽ ടു n. അപ്പോൾ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം.